കൊണ്ടുപോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കുറച്ച് റിഫ്ലക്ഷനാണ്, കുറച്ച് വികാരധീനമാണ്. അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ പറ്റി ഒരുപാട് പേര് പറഞ്ഞ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ശ്രീ മമ്മൂട്ടിക്ക പോലും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ കൊടുക്കുന്നു. ഇതിനെപ്പറ്റി മലയാളത്തിലും ഇംഗ്ലീഷിലും ഗൗരവമുള്ളതും അല്ലാതുമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഒന്നും ഇറങ്ങിയിട്ടില്ല, വളരെ കുറച്ച് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ. എന്നാലും ഷാനുമാഷിനെ പോലെ നിരൂപണ സിദ്ധിയുള്ള ഒരാൾ, ലോകസാഹിത്യവും സംസ്കാരവും മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ, എന്നെപ്പോലെ ഒരാളെ പറ്റി ഒരു പുസ്തകം എഴുതുക എന്നത് എനിക്കൊരു വിസ്മയം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ പോലെ ഞാനൊരു പാഴ് വസ്തുവാണ്, അങ്ങയുടെ കൈകൊണ്ടതിനെ മനോഹരമാക്കിയ ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് കോടാനുകൂടി നന്ദി, നമസ്കാരം. ഇനി ഈ സദ്യയിലെ പായസം വിളമ്പാനുള്ള സമയമായി. ശ്രീ മോഹൻലാൽ സാറിനെ സാദരം ക്ഷണിക്കുന്നു. Being an honor fan, this is my pride moment to call the best actor and biggest star Malayalam cinema has ever witnessed. Sir, the stage is all yours. അമ്മയുടെ സ്നേഹത്താലും കൃപയാലും പ്രേമത്താലും ചടങ്ങ് വളരെ മംഗളമായി കലാശിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് സൗണ്ട് പോയിരിക്കുകയാണ്. വളരെയധികം സൗണ്ട് പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കുറച്ച് റിഫ്ലക്ഷനാണ്, കുറച്ച് വികാരധീനമാണ്. ബഹുമാനപ്പെട്ട ഷാനുമാഷ് ഇവിടെ ഇല്ലെങ്കിലും എനിക്ക് ഏറ്റവും ബഹുമാനായ സാർ, വേദിയിലും സദസ്സിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഇത് എനിക്കൊരു സ്വപ്ന ദിവസമാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. പല വിസ്മയങ്ങളും ഉണ്ടായിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിസ്മയകരമായ ഒരു ദിവസമാണ് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ കാരണക്കാരായ എല്ലാവരെയും, ഈശ്വരനെയും മറ്റ് പല സന്ദർഭങ്ങളിലൂടെയും ഇതിൽ സഞ്ചരിച്ച് ഇതിന് കാരണക്കാരായ എല്ലാവരെയും, എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ ഗുരുക്കന്മാരെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. രണ്ട് മഹാസ്തംഭങ്ങളുടെ സാന്നിധ്യമുള്ള വേദിയിലാണ് ഞാനിപ്പോൾ. മമ്മൂട്ടി സാറ് ഇവിടെ ഇല്ല, എന്നാലും അദ്ദേഹം ഇവിടെ സന്നിഹിതനായിരിക്കുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ ഭാഷയെ, ലോക സാഹിത്യത്തെ ഭൂപടത്തിലെത്തിച്ച ശ്രീ എം ടി വാസുദേവൻ നായർ സാറും, നിരൂപണ സാഹിത്യത്തിലെ കുലപതികളിൽ ഒരാളും അധ്യാപക ശ്രേഷ്ഠനുമായ ശ്രീ എം ടി ഷാനുമാഷും, അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസം ഇങ്ങനൊരു വേദി അവരോടൊപ്പം പങ്കിടാനാകുക എന്നത് എനിക്കൊരു അനുഗ്രഹമാണ്, മഹാവിസ്മയമാണ്. എൻ്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങരുത്, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങരുത്. കഴിഞ്ഞ 70-ൽ പരം വർഷം നമ്മെ കൊണ്ട് അക്ഷരങ്ങളെ സ്നേഹിപ്പിച്ച ഒരു എഴുത്തുകാരൻ്റെ പേരിലുള്ള പുരസ്കാരം ഞാൻ പീഡ ജേതാവായ മറ്റൊരു എഴുത്തുകാരനെ സമ്മാനിക്കുന്ന വേദിയാണിത്. അത് സമ്മാനിക്കാൻ നിയുക്തനായിരിക്കുന്നതോ അക്ഷരകലയിൽ ഒരു പാമരൻ മാത്രമായ ഞാനതിന് അർഹനാണോ എന്ന് പോലും എനിക്ക് അറിയില്ല. 45 വർഷമായി സിനിമാ നിർണ്ണയങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ നിലനിൽക്കാനായതുകൊണ്ട് മാത്രം എന്നെ തേടിയെത്തിയ നിയോഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ കൂടുതൽ വലിയ നീണ്ടതും ഉത്തരവാദിത്തമുള്ളവരായി മാറ്റുന്നു. അതുപോലെ എന്നെ വിസ്മയിപ്പിക്കുന്നത് ഈ വേദിയിൽ വെച്ച് എന്നെ പ്രകാശനം ചെയ്ത എന്നെപ്പറ്റി ഇത്രയും ബഹുമാനപ്പെട്ട ഷാനുമാഷ് പുസ്തകമാണ്. ഇതിനെപ്പറ്റി മലയാളത്തിലും ഇംഗ്ലീഷിലും ഗൗരവമുള്ളതും അല്ലാതുമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഒന്നും ഇറങ്ങിയിട്ടില്ല, വളരെ കുറച്ച് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുള്ളൂ. എന്നാലും ഷാനുമാഷിനെ പോലെ നിരൂപണ സിദ്ധിയുള്ള ഒരാൾ, ലോകസാഹിത്യവും സംസ്കാരവും മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ, എന്നെപ്പോലെ ഒരാളെ പറ്റി ഒരു പുസ്തകം എഴുതുക എന്നത് എനിക്കൊരു വിസ്മയം തന്നെയാണ്. കലയുടെ മണ്ഡലത്തിൽ ഞാൻ ചെയ്ത എത്രയോ ചെറുതായ ചില കാര്യങ്ങൾക്ക് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായി, ബഹുമതിയായി ഞാനിതിനെ വിലമതിക്കുന്നു.
എനിക്ക് സാറിന് എനിക്ക് കുറേയൊക്കെ അറിയാം. അധികം കുറേയധികം കഥാപാത്രങ്ങൾ എനിക്ക് സിനിമയിലൂടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഷാനിമാഷുമായി എനിക്ക് ആത്മബന്ധം ഉണ്ടാക്കാൻ സാധിച്ചത് ഒരു സിനിമാ നടൻ ആയതുകൊണ്ട് മാത്രമാണ് വിശ്വസിക്കുന്നില്ല. അതിന് മറ്റു പല കാരണങ്ങളുണ്ടാകാം. പക്ഷേ ജന്മസുഹൃതം എന്ന നിലയിൽ ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നു. ദൈവമെതിയ ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം ഞാൻ വായിച്ചിട്ടുണ്ട്. അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ പറ്റി ഒരുപാട് പേര് പറഞ്ഞ് പിന്നെ വളരെ അടുത്ത സുഹൃത്തായ ശ്രീ മമ്മൂട്ടിക്ക പോലും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ കൊടുക്കുന്നു. ഇതിൻ്റെ നേർശിഷ്യനാകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടെങ്കിലും ഇപ്പോൾ ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച ഒരു 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 മാന്യ അദ്ദേഹം തന്നെയാണ് അദ്ദേഹം. ഞാൻ എറണാകുളം വാസിയായതുകൊണ്ടായിരിക്കാം, ഇപ്പം കുറേ കാലമായിട്ട് എറണാകുളത്ത് താമസിക്കുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു ബന്ധമുണ്ടായത്. തീർച്ചയായിട്ടും ഈ അമൃത ഹോസ്പിറ്റൽ അതിലെ ഇപ്പം ജിഗുസ്വാമിയും ആനന്ദകുമാർ സാറും ഒരുപാട് പേർ, ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, അവരൊക്കെ ഇതിൻ്റെ കാരണക്കാരായി മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സാനുമാഷ എൻ്റെ വീട്ടിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയുമായിട്ട് അദ്ദേഹത്തിന് പല പ്രാവശ്യം നോട്ടിരുന്ന് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനുമായിട്ട് അദ്ദേഹം ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഈ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് പല ചോദ്യങ്ങളിലൂടെ എന്നെ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹമായിട്ടുള്ള എൻ്റെ ഇടപെടലിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗമ്യതയാണ്. സൗമ്യമായ പലരെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷേ സാനുമാഷ് നിലപാടുകളിൽ അണുവിട വ്യതിചലിക്കാത്തപ്പോഴും എത്ര പ്രലോഭിക്കപ്പെട്ടാലും സമയവിനും വിടുകയോ സംസ്കാരത്തിന് നിരക്കാത്ത വാക്കുകൾ പ്രയോഗിക്കുകയോ ചെയ്യാത്ത ഒരാളാണ്. അത് നമുക്കൊരു പാഠമാണ്, ഒരു പാഠപുസ്തകം തന്നെയാണ് അദ്ദേഹം. ഞാനും അത്തരത്തിൽ പെരുമാറാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ കൗതുകം അദ്ദേഹത്തോട് തോന്നിയിട്ടുള്ളത്. സാഹിത്യ നിരൂപണത്തിൽ സാനുമാഷ് വ്യത്യസ്തനാകുന്നതും ഈ സൗമ്യതയിലൂടെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ച പോലെ നേർ ശിഷ്യനല്ലാഞ്ഞിട്ട് കൂടി മാഷിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ധാരാളം ഏറ്റുവാങ്ങാൻ ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. അതിലൊന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്നിവിടെ നടന്ന പ്രകാശനം. സാനുമാഷിനെ പോലെ ഒരാൾ എൻ്റെ അഭിനയ ശൈലി ശ്രദ്ധിക്കുന്നു, അതേപറ്റി വിലയിരുത്തുക എന്നൊക്കെ കേൾക്കുന്നത് ഇനിയും നന്നായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് നൽകുന്നൊരു ഉത്തേജനമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. കൂടുതൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല. എന്താണ് പറയേണ്ടത്? ഈ ഒരു സായാഹ്നത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഇവിടെ സംസാരിച്ചതിൽ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ എടുത്ത് പറയുന്നു. ശ്രീ ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി തുടങ്ങുന്ന സമയത്ത് പറഞ്ഞ പോലെ ഞാനൊരു പാഴ് വസ്തുവാണ്, അങ്ങയുടെ കൈകൊണ്ടതിനെ മനോഹരമാക്കിയ ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചതിന് കോടാനുകൂടി നന്ദി, നമസ്കാരം.